ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വാഴപ്പിണ്ടി അഥവാ ഞങ്ങൾ നാട്ടിലൊക്കെ പറഞ്ഞ ഇന്നിക്കാമ്പ് വെച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പായസം തയ്യാറാക്കാനായി ഇന്നിക്കാമ്പ് ചെറുതായി മുറിച്ച് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഒഴുക്കിയെടുക്കാം. ഇതെന്ന് പറഞ്ഞത് കുറിയരിയും ഇന്നിക്കാമ്പും വേവിച്ചതൊന്ന് മിക്സാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പായസം എന്ന് പറഞ്ഞത് ആരും തന്നെ ഉണ്ടാക്കി നോക്കാത്തൊരു പായസമായിരിക്കും. വളരെയധികം വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാക്ക് പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പാലൊന്ന് നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്കായ ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിച്ചതാണെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പായസം ഒന്ന് വറവിട്ടെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായതിനു ശേഷം ഇതാ അതിലേക്ക് നമുക്ക് അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് നമ്മളിതാ പായസം ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അങ്ങനത്തെ അണ്ടി മുന്തിരിയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എന്താ കുറച്ച് തേങ്ങ ചിരകിയത്, 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പായസം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിശ്രിതം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം. തേങ്ങയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ സംഭവം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു പായസം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പായസം നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പായസം നമ്മൾ ഇന്നിക്കാമ്പ് വെച്ചിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള, നിങ്ങൾ ആരും തന്നെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു പായസം തന്നെയാണിത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇന്നിക്കാമ്പ് കിട്ടുന്ന അവസരത്തിൽ, വാഴപ്പിണ്ടി കിട്ടുന്ന അവസരത്തിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഒരു പായസം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്യുക. ഇനറ വേൾഡ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.